അല്ല, തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാറിൽ വിസ്മയമുണ്ടാക്കുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരാറ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അനൗൺസ് ചെയ്യുന്നത്. സംയുക്ത കരാറുകൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. സംയുക്തമായ ഇപ്പം എന്താണ് എല്ലാം ട്രംപ് തീരുമാനിച്ചതനുസരിച്ചിട്ട് മോഡി സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18% സീരുവ കുറച്ചെങ്കിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0 ടാക്സ് ആക്കി മാറ്റി. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല, വെനിസുലയിൽ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിച്ചു. അതുമാത്രമല്ല, അതിലത്തെ ഓരോ കണ്ടീഷനും ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സറണ്ടർ ചെയ്ത പോലെയാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർലമെൻറ്റിന് ഇത് അറിയാൻ താല്പര്യമുണ്ടല്ലോ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരം സറണ്ടർ ചെയ്യുന്ന രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണിത്. നമ്മുടെ നാടിൻ്റെ എല്ലാവിധമായിട്ടുള്ള സാങ്ക്ടിറ്റിയെയും തകർക്കുന്ന ഒരു സമീപനമാണിത്. അത് തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ഉന്നയിക്കും. അതുപോലെ തന്നെ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും അല്ല, ഇത് അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യണം. ഇതിപ്പോൾ പാർലമെൻ്റ് എന്ന് പറയുന്നത് അപ്രിയകരമായിട്ടുള്ള സത്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഉള്ള എല്ലാ നടപടിക്രമങ്ങളെയും കാറ്റിൽ പറത്തി പാർലമെൻ്ററി ഡെമോക്രസിയുടെ കീഴ്വഴക്കങ്ങളെ കാറ്റിൽ പറത്തിയിട്ടാണ് ഈ സർക്കാർ പോകുന്നത്. ഇന്നലത്തെ തന്നെ അതിന് അനുഭവമാണല്ലോ. എന്താ ഇന്നലെ നടന്നത്? നിങ്ങൾ നോക്ക്, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ കോപ്പികളാണിത്. കഴിഞ്ഞ എത്ര പ്രാവശ്യം അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചിട്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ട് എത്ര പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കാരവൻ മാസികയിൽ വന്ന ഒരു ആർട്ടിക്കിൾ നമ്മുടെ ആർമി ചീഫിൻ്റെ ആത്മകഥയിലെ അംശങ്ങൾ എടുത്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ അവകാശമില്ലേ? രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയല്ലേ? നന്ദി പ്രമേയം എന്തിനു വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്? രാഷ്ട്രപതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സെക്യൂരിറ്റി പരമാധികാരവും സംരക്ഷിക്കുന്നതിന് ഏറ്റവും മുന്നിലുള്ള സർക്കാരാണ് ഈ സർക്കാരത്. അപ്പോൾ പരമാധികാരവും സെക്യൂരിറ്റിയും ഡിസ്കസ് ചെയ്യേണ്ട ഒരു നന്ദി പ്രമേയ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവതരമായ ഒരു കാര്യം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിന് അവകാശമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് തുടരെ ഓഫ് ചെയ്യുക. ഏത് ജനാധിപത്യമാണിത്? നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ജനാധിപത്യത്തെ എല്ലാം കാട്ടിൽ പറത്തുക. അമിത്ഷാ, ആഭ്യന്തരമന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ, പ്രധാനമന്ത്രി, പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ, അവരുടെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിയെ എതിർക്കുകയാണ്. എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ഒരു ന്യായീകരണവുമില്ല. ഇത് പാർലമെൻറ്റിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നെഹ്റുവിനെക്കുറിച്ച് എത്രയോ വർഷങ്ങൾ മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എത്ര വേണമെങ്കിലും പറയാം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതൊന്നും കേട്ടിട്ട് പേടിച്ചോടുന്ന ആളല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം ഇന്നലെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ സീസ്ഫയർ അതും ട്രംപാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇപ്പോൾ ട്രേഡ് ഡീലിന്റെ കാര്യം, അത്തരത്തിൽ ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ പ്രധാനമന്ത്രി ഒന്നും അതാ പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് അത് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനവും കൂടെ അങ്ങ് ട്രംപിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി മോഡി. അതായിരിക്കും നല്ലത്. പക്ഷേ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ട്രംപിന് പറയാനാണ് അവകാശമെങ്കിൽ ഇതുപോലെ സറണ്ടർ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഇവർ പ്രസംഗിക്കുക ദേശാഭിമാനം, രാജ്യത്തിൻ്റെ അഭിമാനം. ഈ രാജ്യത്തിൻ്റെ അഭിമാനം പണയം വെച്ചിട്ട് ട്രംപിൻ്റെ മുമ്പിൽ കവാത്ത് മറക്കുന്ന പ്രധാനമന്ത്രിക്ക് എന്ത് ദേശാഭിമാനത്തെക്കുറിച്ച് പറയാൻ അധികാരമുള്ളത്? ഒന്നുമില്ല. തീർച്ചയായിട്ടും ഇന്നലത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളെല്ലാം ഗാലറിയിൽ ഉണ്ടായിരുന്നുണ്ടാവൂലേ? ഭയമല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഇത് പറയുന്നു, അവർക്കത് നിഷേധിക്കാമല്ലോ, അവർക്ക് മറുപടി പറയാമല്ലോ. അവരുടെ കയ്യിലല്ലേ മൈക്ക് മുഴുവൻ അവർ പറയുന്നിടത്തല്ലേ കൊടുക്കുന്നുള്ളൂ. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയിൽ എത്ര മണിക്കൂറാണ് അവരിടപെട്ടത്? മൈക്ക് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടല്ലേ? രാഹുൽ ഗാന്ധി പറയുന്നതിനെതിരായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് പറയാമല്ലോ. അത് പറയുന്നതിന് പകരം പ്രസംഗിക്കാനേ പാടില്ല, പ്രതിപക്ഷ നേതാവ് എഴുന്നേക്കാനേ പാടില്ല. റൂൾ 349 എന്താണ്? നിങ്ങൾ ബുക്കോ അതുപോലെ മാസികയോ എല്ലാം കോട്ട് ചെയ്യാൻ പാടില്ല. ഏതവസരത്തിൽ പാടില്ല? നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളിൽ. ഇന്നലത്തെ ബിസിനസ് എന്താണ്? മോഷൻ ഓഫ് താങ്ക്സ്, പ്രസിഡന്റ് അഡ്രസ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. പ്രസിഡന്റ് അഡ്രസ്സിൽ ഇന്റേണൽ സെക്യൂരിറ്റി പറയുന്നില്ലേ? രാജ്യസുരക്ഷ പറയുന്നില്ലേ?
അപ്പോൾ അത് പ്രസിഡന്റ് പ്രസംഗവുമായി ബന്ധപ്പെടാത്തൊരു വിഷയമാണോ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്? പിന്നെ എങ്ങനെയാണ് റൂൾ 349 ബാധകമാകുന്നത്? പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ 349 ഒന്നുമില്ല. ഇന്നലെ തന്നെ കിരൺ റിജിജു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് 349 ഇല്ല. പ്രതിപക്ഷ നേതാവിന് മാത്രം 349, പ്രതിപക്ഷത്തിന് മാത്രം 349. നിയമവും ചട്ടവും പ്രതിപക്ഷത്തിന് മാത്രമുള്ളതാണോ പാർലമെൻറ്റിൽ? അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വായടക്കുക, അപ്രിയപരമായ സത്യങ്ങൾ പുറത്തു വരാതിരിക്കുക, ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. എന്ത് വില കൊടുത്തും ഈ സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുക തന്നെയും. പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഡിബേറ്റിൻ്റെ വേദിയാണ്, അത് ഡിബേറ്റ് ചെയ്യപ്പെടുക തന്നെ വേണം. വിഷയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എപ്സ്റ്റീൻ ഫയലുകളിലെ മോദിയുടെ പരാമർശം, നരവരയുടെ പുസ്തകം, ഒപ്പം തന്നെ ഇന്ത്യ US വ്യാപാര കരാർ, ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി സത്യത്തിൽ വന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രസംഗവുമായിട്ടായിരുന്നു. വളരെ വ്യത്യസ്തമായൊരു പ്രസംഗമായിട്ടായിരുന്നു ഈ സർക്കാരിനോട് കൃത്യമായിട്ട് പറയാം. ഇതെല്ലാം വിഷയങ്ങളാണ്, താങ്കൾ പറഞ്ഞ 3 വിഷയങ്ങൾ. അതോടൊപ്പം രാജ്യത്തിലെ ചെറുപ്പക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കൂടിയായിരുന്നു വന്നത്. ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമല്ലോ, നമുക്ക് നോക്കാം. സ്പീക്കറിന്റെ റൂളിംഗ് ഉണ്ടായാലും എങ്കിലും ഇന്ന് വീണ്ടും എന്ത് റൂളിങ്? പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ പാടില്ലെന്നാണോ റൂളിങ്? പിന്നെ അങ്ങനെ പറയട്ടെ, പ്രതിപക്ഷ നേതാവ് ഈ പാർലമെന്റിൽ പ്രസംഗിക്കാൻ പാടില്ല, ഇത് റൂളിംഗ് നടന്ന ആ റൂളിംഗ് അനുസരിച്ച് പോകണമെന്നാണോ പറയുന്നത്? ഞങ്ങളിപ്പോൾ ഇപ്പം MP-മാരുടെ മീറ്റിംഗ് അവിടെ നടക്കാൻ പോകണം. അടിയന്തര പ്രമേയം എന്താണ്? ശബരിമല കേസിലെ ഈ പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ കേസ് തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. എന്താണ് അതിനെക്കുറിച്ച്? അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതല്ലേ, SITയുടെ മേലെയുള്ള സമ്മർദ്ദം എന്താണെന്ന് ഓരോ ദിവസം കഴിയുന്നത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ. 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നുള്ളത് ആർക്കാ അറിയാത്തത്? 90 ദിവസത്തിന് മുമ്പ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. ഇതൊക്കെ തന്നെ കൃത്യമായിട്ടും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി SITയുടെ മുകളിലുള്ള സമ്മർദ്ദമാണ്. എന്തായാലും ഹൈക്കോടതി ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും ഹൈക്കോടതിയിൽ നിന്ന് ഒബ്സർവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈക്കോടതി തന്നെ രക്ഷിക്കേണ്ടി വരും, ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.